നമസ്കാരം. പ്രായമാകുന്നു എന്നത് ആദ്യം അറിയുന്നത് നമ്മുടെ മുഖത്താണ്. എന്നാൽ മുഖത്തേക്കാൾ കൂടുതൽ ഇത് മനസ്സിനെ ബാധിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. ഇത് പിന്നീട് നമ്മളെ വളരെയധികം പ്രായമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനും യുവത്വം യൗവനം ഒക്കെ നിലനിർത്തുന്നതിനും സഹായിക്കുന്നതാണ് നാൽപ്പാമരാതി തൈലം എന്നുള്ളത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നാൽപ്പാമരാതി തൈലം എന്ന് വേണമെങ്കിൽ പറയാം. ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന ഒരു എണ്ണക്കൂട്ട് കൂടിയാണ്. അത്തി, ഇത്തി, ആൽ, അരയാൽ, ത്രിഫലത്തോട്, അതായത് നെല്ലിക്കയുടെയും കടുക്കയുടെയും താന്നിക്കയുടെയും കൂടെ തോട്, ചന്ദനം, രാമച്ചം, വെള്ളക്കൊട്ടം, പൂവാത്ത്, കച്ചോലക്കിഴങ്ങ്, അകിൽ, ഇതൊക്കെ കൂടെ കൽക്കമായിട്ട് അരച്ചു ചേർക്കുന്നുണ്ട് എണ്ണയിൽ. അതുപോലെ തന്നെ പർപ്പടകപ്പുല്ല്, മഞ്ഞൾ നീര്, ഇതൊക്കെ തന്നെ വെളിച്ചെണ്ണയിൽ കാച്ചി അരിച്ചെടുക്കുന്നതാണ് ഈ ഒരു നാൽപ്പാമരാതി വെളിച്ചെണ്ണ എന്നുള്ളത്. നാൽപ്പാമരം എപ്പോഴും നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഗുണകരമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് തിളപ്പിച്ച് വെള്ളത്തിൽ ചേർത്ത് കുളിക്കുന്നതൊക്കെ തന്നെ നീരും വേദനയൊക്കെ വറ്റിക്കാൻ നല്ലതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ തൈലം തേക്കുന്ന സമയത്തായാലും തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആയുർവേദ ചേരുവകളൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിമംഗല്യം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ടാനിൻ്റെ പ്രശ്നമാണ് പലർക്കും ഉള്ളത്, ഈ ഒരു ഇതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതിയിലും എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രമല്ല ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൂടെയുണ്ട്. അത് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. ഈ നാൽപ്പാമരാതി തൈലത്തിനെ നമ്മൾ പല അസ്വസ്ഥതകൾക്കും പരിഹാരം കാണാൻ കഴിയുകയും ചർമ്മത്തിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും നല്ലൊരു ഒറ്റമൂലിയാണിത്. പല മരുന്നുകളും ക്രീമുകളും എണ്ണകളൊക്കെ പരീക്ഷിച്ച് മടുത്തവർക്ക് ഇനി പരീക്ഷിക്കാൻ ഇതാണ് ഏറ്റവും നല്ലത്. പ്രായമാകുന്നു, ചർമ്മം ചുക്കിച്ചുളിയുന്നു എന്നീ അസ്വസ്ഥതകളെ ഇല്ലാതാക്കി നല്ല തിളക്കമുള്ള നിറമുള്ള ചർമ്മത്തിന് ചെയ്യാവുന്ന ഒരു പ്രധാന മാർഗങ്ങളിൽ ഒന്നാണിത്. കുഞ്ഞിന് നല്ല നിറം വെക്കുന്നതിനും ചർമ്മത്തിന് സോഫ്റ്റായിട്ട് നിലനിർത്തുന്നതിനും പലരും നാൽപ്പാമരാതി എണ്ണയിട്ട് കുളിപ്പിക്കാറുണ്ട്. നാൽപ്പാമരാതി തൈലത്തിൻ്റെ ഗുണങ്ങൾ വളരെ മികച്ച ആയതുകൊണ്ട് തന്നെയാണിത്. കുഞ്ഞുങ്ങൾക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. പലപ്പോഴും നമുക്കിത് രണ്ട് തരത്തിലാണ് നാൽപ്പാമരാതി വെളിച്ചെണ്ണ കിട്ടുന്നത്. ഒന്ന് നാൽപ്പാമരാതി കേരം, അതായത് വെളിച്ചെണ്ണ ബേസിൽ വരുന്നത്. ഒന്ന് നാൽപ്പാമരാതി തൈലം, അത് നല്ലെണ്ണ ബേസിൽ വരുന്നത്. നമുക്ക് എപ്പോഴും തന്നെ രക്തം ദുഷിക്കുമ്പോൾ അല്ലെങ്കിൽ പിത്തം കൂടിയിട്ടുണ്ടാവുന്ന അവസ്ഥയിൽ രക്തദുഷ്ടി വരുമ്പോഴാണ് സ്കിന്നിൽ പല അസ്വസ്ഥതകളും കാണിക്കുന്നത്. അത് സ്കിന്നിൽ നിറം മങ്ങുന്നതാവാം, അതല്ലെങ്കിൽ ചില സ്കിൻ ഇഷ്യൂസ് ആവാം, നമുക്ക് ചൊറിച്ചിലോ പ്രശ്നങ്ങളോ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വരാറുണ്ട്. ഇതിനെല്ലാം ഒരു പ്രധാന കാരണം ഈ ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനെ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ളതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ആണ് നിങ്ങൾ വാങ്ങിക്കാൻ നല്ലത്. ഇത് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇനി നീർക്കെട്ടും വേദനയൊക്കെ ഉള്ളവർക്ക് ചെറുതായിട്ട് നല്ലെണ്ണയിലുള്ള നാൽപ്പാമരാതി കേര ഉപയോഗിക്കാം. തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. പിന്നെ സഹസ്രയോഗം ബേസിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, ആ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില കമ്പനികൾ വരുത്തുന്നുണ്ട്. എങ്കിലും നമ്മുടെ ലീഡിങ് ബ്രാൻഡുകളായിട്ടുള്ള കോട്ടക്കലും വൈദ്യരത്നം പോലുള്ള ഔഷധശാലയിലൊക്കെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇൻഗ്രീഡിയൻ്റ് പോലും ഇല്ലെന്നോ അളവിൽ വ്യത്യാസം വന്നാലോ ആ ഒരു പ്രോസസ്സ് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആയുർവേദത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് ഇത് അറിയാമായിരിക്കും. അപ്പോൾ അത്രയേറെ പവിത്രതയോടെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് ധൈര്യപൂർവ്വം സ്കിന്നിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു അസ്വസ്ഥതകളും തന്നെ കാണിക്കുന്നില്ല സ്കിന്ന്, എന്നാൽ ഇത് ഏറെ ഗുണകരവുമാണ്. യുവത്വം നിലനിർത്തുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. മുഖത്തും ദേഹത്തും നല്ലപോലെ തേച്ചും ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു 45 മിനിറ്റൊക്കെ തന്നെ നമുക്കിത് നിർത്താം. ഇത് ചർമ്മത്തിലെ യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കും. അകാല വാർദ്ധക്യം പോലുള്ള അസ്വസ്ഥതകളെയൊക്കെ ഇല്ലാതാക്കി ചർമ്മത്തിൻ്റെ ആ ഒരു വരൾച്ച മാറ്റുന്നതിനൊക്കെ നല്ലതാണ്. വരണ്ട ചർമ്മം പോലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് ഇത് നല്ലതാണ്. ചർമ്മരോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ചതാണ് നാൽപ്പാമരാതി തൈലം. ചർമ്മരോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇത് മഴക്കാല അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായകമാണ്. എക്സിമ, ചർമ്മത്തിന്റെ അലർജി എന്നീ അവസ്ഥകൾക്കൊക്കെ ഗുണം ചെയ്യും. ഇനി ഇത് കുട്ടികൾക്കൊക്കെ തന്നെ ദേഹത്ത് തേച്ചാൽ കഴുകി കളയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പലരും പറയാറുണ്ട്. അതിൽ മഞ്ഞളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കളറ് വളരെയധികം നമ്മളിടുന്ന ഡ്രസ്സിലൊക്കെ തന്നെ കളരാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ഡെലിവറിക്കൊക്കെ ശേഷം ഉണ്ടല്ലോ, അതിനുശേഷം നമുക്ക് ഈ വയറിന് വരുന്ന സ്ട്രെച്ച് മാർക്കുകളും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളായിരിക്കൂലേ. അപ്പോൾ സ്ത്രീകൾക്ക് ഈ
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം പെട്ടെന്ന് മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഈ ഒരു കളറിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതല്ല, സ്കിന്നിന് അത്രയേറെ ഗുണകരമായിട്ടുള്ളതാണ്. നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന നീരും വേദനയൊക്കെ ഒന്ന് കുറയ്ക്കാനും അത്തരം പ്രശ്നങ്ങളെ വരെ ആരോഗ്യപരമായിട്ടുള്ളൊരു ഗുണങ്ങളും കൂടെ തരുന്നുണ്ട്. അതുകൊണ്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു ആയുർവേദം പഠിച്ചതിന് ശേഷം കൂടെ കൂട്ടിയിട്ടുള്ള ഒരെണ്ണമാണ് ഈ നാൽപ്പാമരാതി വെളിച്ചെണ്ണ എന്നുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാനൊക്കെ. സാധാരണയായിട്ട് നിങ്ങൾക്ക് ദേഹത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാക്ഷാതി വെളിച്ചെണ്ണയായിട്ട് പകുതി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ രണ്ടും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏലാതി വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ദിനേശ വല്യാതി വെളിച്ചെണ്ണയുടെ കൂടെയും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ അത്ര തന്നെ അതിൻ്റെ ഒരു കളറ് നമ്മുടെ ദേഹത്തൊന്നും അല്ലെങ്കിൽ വസ്ത്രങ്ങളിലൊന്നും പിടിക്കില്ല എന്നുള്ളത് കൊണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ ദേഹം കഴുകുന്നു അല്ലെങ്കിൽ ഫേസിലായാലും അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുകയും ചെയ്യുക. കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു കൂടുതൽ വീര്യമുള്ള അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നുമുള്ള സോപ്പൊന്നും ഉപയോഗിക്കാതെ കടലപ്പൊടി, ചെറുപയറുപൊടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷ് പൗഡറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉപയോഗിച്ചിട്ടൊക്കെ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ റിസൾട്ടാണ്. ചൂടുകുരു അതുപോലെ ഹീറ്റ് റാഷസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ പരിഹാരം കാണാൻ ഈ ഒരു വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് പുരുഷന്മാർക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത്. അവർക്ക് പൊതുവേ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് രോമ വളർച്ച ഇല്ലാതാക്കും എന്നുള്ളതാണ്. പക്ഷെ പൂർണ്ണമായിട്ട് മാറ്റാനൊന്നും ഇതുകൊണ്ട് കഴിയില്ല എങ്കിലും അത് അധികമായിട്ട് വളരുന്നത് കുറയ്ക്കും. അതുകൊണ്ട് മീശയിലും താടിയിലൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമുക്ക് സ്കിന്നിനൊക്കെ ഇതേ ഗുണങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ ചർമ്മം തൂങ്ങി നിൽക്കുന്ന ചർമ്മം പലപ്പോഴും പ്രായക്കൂടുതൽ തോന്നിക്കാറുണ്ട്. എന്നാൽ ഇതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വെളിച്ചെണ്ണ, നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഫേസ് മസാജ് ചെയ്യാം. പലപ്പോഴും കണ്ണിന് താഴെയുള്ള വീക്കം, പല വിധത്തിലുള്ള ചർമ്മത്തിനൊക്കെ നമുക്ക് വില്ലനായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് വർണ്ണ്യഗണത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ഈ തൈലം ഒരു 30 മിനിറ്റൊക്കെ തന്നെ മിനിമം തേച്ച് പിടിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ചെറു ചൂടുവെള്ളത്തിൽ ഇത്തരം പൊടികളൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഷെയ്ഡ് തന്നെ മാറിക്കിട്ടും. നല്ല സ്കിൻ ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്നുണ്ട്. ത്വക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, വിസർപ്പം പോലുള്ള പ്രശ്നങ്ങൾ, വിസർപ്പം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സ്കിന്നിൽ എന്തെങ്കിലും ഒരു റാഷസ് ഒക്കെ വന്നിട്ട് അത് പടർന്ന് പിടിച്ചിട്ട് സ്കിന്നിലൊക്കെ വരുന്നൊരവസ്ഥയുണ്ടല്ലോ, അത്തരം അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗപ്രദമാണ്. അതുപോലെ മൊരി പിടിച്ചതുപോലെ സ്കിന്നിൽ കണ്ടിട്ടില്ലേ, ഡ്രൈ ആയിട്ടൊക്കെ ഇങ്ങനെ അടർന്നു പോരുന്നൊരവസ്ഥയൊക്കെ എത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സ്കിന്നിലേക്ക് ഉപയോഗിക്കാം. ദേഹത്ത് മുഴുവൻ ഉപയോഗിക്കാം. ഇനി മുഴുവനായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സ്കിൻ കെയർ ഓയിൽ പോലെ ഏതെങ്കിലും തേക്കിൻ്റെ തളിരിലയിട്ട് ഉണ്ടാക്കുന്ന എണ്ണയുണ്ടല്ലോ, തേക്കിൻ്റെ ഇലയും കറുകയുടെ ഇലയും കൂടെ ചേർത്തിട്ട് ഒരു എണ്ണ ഉണ്ടാക്കുന്നത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എല്ലാം ഒരേ ഈക്വൽ പോർഷനിൽ രണ്ടും കൂടെ എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സൺടാനും കരിവാളിപ്പൊക്കെ ഉള്ള അവസ്ഥയിലെ അതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നേരിട്ട് വെയിലത്തേക്ക് ഇറങ്ങുന്നത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫേസിൽ നമുക്കൊരു ഡൾനെസ് പിന്നീട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അതിനുശേഷം പുറത്തിറങ്ങുകയാണെങ്കിൽ സൺക്രീമൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങുക. ആ ഒരു സൂര്യരശ്മികൾ കൂടുതൽ പതിക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കാനാണ്. അതുപോലെ തന്നെ ഈ കൂടുതൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ, ഒരു സിവിയർ സ്റ്റേജിൽ വരെ എത്തിയിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത്. കാരണം ഓയിലുകളൊക്കെ തന്നെ ഒരുപാട് സമയമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കോമ്പിനേഷൻ സ്കിന്ന് പോലെ നമ്മുടെ ടീ സോണിൽ വരുന്ന ഈ രീതിയിൽ ചിലപ്പോൾ കവിളിലൊക്കെ കൂടുതൽ ഡ്രൈ ആയിട്ടും ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഓയിലി ആയിട്ടൊക്കെ തോന്നുന്നതും അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ അപ്ലൈ ചെയ്ത് അതിനനുസരിച്ച് ഓയിലി സ്കിന്നുള്ളവർ ഒരുപാട് നീളം വെക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ വാഷ് ചെയ്തൊക്കെ കളഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. എന്ന് മാത്രമല്ല നമുക്ക് മുഖത്തുണ്ടായിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുഴുവൻ മാറ്റാനും നല്ലതാണ്. ഇനി നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ നാൽപ്പാമരാതി തൈലം ആണ് നല്ലത്. അല്ല നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇത് വളരെ നമുക്ക് സേഫായിട്ടും
വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ നാൽപ്പാമരാതി വെളിച്ചെണ്ണ. അപ്പം ഇതിൽ ഒരുപാട് സംശയങ്ങൾ പലരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് പലർക്കും ഇതിലുള്ള സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം മാക്സിമം ആളുകൾക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.